സംസ്ഥാനത്തെ 39 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് മികച്ച വിജയം. 22 വാർഡുകളിൽ എൽഡിഎഫ് വിജയിച്ചപ്പോൾ 11 വിജയിക്കാനേ യുഡിഎഫിന് കഴിഞ്ഞുള്ളൂ. ബിജെപിക്ക് നേടാനായത് കേവലം 2 സീറ്റുകൾ മാത്രം. യുഡിഎഫിൽ നിന്നും ബിജെപിയിൽ നിന്നുമായി 7 സീറ്റുകൾ എൽഡിഎഫ് പിടിച്ചെടുത്തു. തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് തകർപ്പൻ വിജയം. 39-ൽ 21 വാർഡുകളിൽ എൽഡിഎഫ് വിജയിച്ചു. 7 വാർഡുകൾ യുഡിഎഫിൽ നിന്നും ബിജെപിയിൽ നിന്നും കൂടി പിടിച്ചെടുത്തു. തൃശൂർ, എറണാകുളം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിലെല്ലാം എൽഡിഎഫ് വിജയിച്ചു. യുഡിഎഫ് 11 സീറ്റുകളിലാണ് വിജയിച്ചത്. ബിജെപിയും എസ്ഡിപിഐയും 2 വീതം സീറ്റുകളിലും വിജയിച്ചു. 3 സ്വതന്ത്രരും വിജയിച്ചു. തൃശൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 ഇടങ്ങളിലും എൽഡിഎഫ് വെന്നിക്കൊടി പാറിച്ചു. പറപ്പൂക്കര, പള്ളം വാർഡ് ബിജെപിയിൽ നിന്നും പിടിച്ചെടുത്തു. എറണാകുളം ജില്ലയിലെ 5 ഇടങ്ങളിലും എൽഡിഎഫ് വിജയം കൈവരിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭ 49-ാം ഡിവിഷൻ യുഡിഎഫിൽ നിന്ന് എൽഡിഎഫ് പിടിച്ചെടുത്തു. എൽഡിഎഫിന് ഇവിടെ 843 വോട്ടും യുഡിഎഫിന് 393 വോട്ടുമാണ് ലഭിച്ചത്. പത്തനംതിട്ട നഗരസഭ 10-ാം വാർഡിൽ ബിജെപിക്ക് 12 വോട്ടാണ് ലഭിച്ചത്. പന്തളത്താവട്ടെ 7 വോട്ടും. കോഴിക്കോട് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പലേരി ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സീറ്റ് നിലനിർത്തി. 1192 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെ എൽഡിഎഫിന് ലഭിച്ചത്. ബിജെപിക്കാവട്ടെ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 500 വോട്ടിന്റെ കുറവും ഉണ്ടായി. ആലപ്പുഴയിൽ യുഡിഎഫിന്റെ 2 സീറ്റുകൾ ബിജെപി പിടിച്ചെടുത്തു. കാവാലം, തകഴി പഞ്ചായത്തുകളിലാണ് യുഡിഎഫിന് തിരിച്ചടി നേരിട്ടത്. എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന 12 ഉപതെരഞ്ഞെടുപ്പുകളിലും എൽഡിഎഫ് വിജയം ആവർത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് ലഭിച്ച മികച്ച വിജയം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായി. ശബരിമല വിഷയം ഉയർത്തി യുഡിഎഫും ബിജെപിയും സർക്കാരിനും എൽഡിഎഫിനുമെതിരെ സംഘടിപ്പിച്ച പ്രചരണങ്ങൾ വോട്ടർമാർ തള്ളിക്കളഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. എൽഡിഎഫിന്റെയും സർക്കാരിന്റെയും നിലപാടുകൾക്കുള്ള പിന്തുണ കൂടിയായി മാറി ഈ ഫലം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സാധാരണ പ്രാദേശിക പ്രശ്നങ്ങളാണ് സജീവമായി ചർച്ച ചെയ്യപ്പെടുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ശബരിമല സ്ത്രീ പ്രവേശനമായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം. ഇക്കാര്യം ഉയർത്തിക്കാട്ടി ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫും ബിജെപിയും എൽഡിഎഫിനും സിപിഎമ്മിനുമെതിരെ ശക്തമായ പ്രചരണമായിരുന്നു അഴിച്ചുവിട്ടത്. വീടുകൾ തോറും കയറിയിറങ്ങി വോട്ടർമാരെ ഇക്കാര്യം പറഞ്ഞ് തിരിക്കാനായിരുന്നു ശ്രമം. എന്നാൽ യുഡിഎഫിനെയും ബിജെപിയെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നിരിക്കുന്നത്. സർക്കാരും എൽഡിഎഫും ശബരിമല വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു എന്നാണ് ഫലം വ്യക്തമാക്കുന്നത്. ശബരിമല വിഷയം കത്തിനിൽക്കുന്ന വേളയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും എൽഡിഎഫിന് മിന്നുന്ന വിജയം ജനങ്ങൾ സമ്മാനിച്ചത് സർക്കാരിനും അംഗീകാരമായി മാറി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സിപിഎമ്മിനും എൽഡിഎഫിനും വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും എന്നായിരുന്നു പ്രചരണം. കോൺഗ്രസിനാണ് തെരഞ്ഞെടുപ്പിൽ ഗുരുതരമായ പരിക്കേറ്റത്. ആലപ്പുഴയിൽ 2 സിറ്റിംഗ് സീറ്റുകൾ ബിജെപി പിടിച്ചെടുത്തു. അവരുടെ 6 സിറ്റിംഗ് സീറ്റുകൾ എൽഡിഎഫും പിടിച്ചെടുത്തു. വിശ്വാസികൾ എൽഡിഎഫിനൊപ്പമാണ് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിനുള്ള അംഗീകാരം കൂടിയായി മാറി ഉപതെരഞ്ഞെടുപ്പ് ഫലം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 സീറ്റുകളിലും എൽഡിഎഫിന് ഉജ്ജ്വല വിജയം. കേരള ജനത ബിജെപിക്ക് എതിരാണ് എന്ന് തെളിയിക്കുന്നതായി തൃശൂർ ജില്ലയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ പള്ളം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്. ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായി ഇവിടെ എൽഡിഎഫ് സ്ഥാനാർത്ഥി PJ സിബി വിജയിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം ബിജെപി വിജയിച്ച പള്ളം വാർഡാണ് എൽഡിഎഫ് പിടിച്ചെടുത്തത്. ശബരിമല വിഷയത്തിൽ ബിജെപി നടത്തുന്ന വർഗീയ അഴിഞ്ഞാട്ടത്തിനുള്ള മറുപടി കൂടിയായി ഈ വിജയം മാറി. ശബരിമല അക്രമങ്ങളിലെല്ലാം സംഘപരിവാറിന് ഒത്താശ പാടുന്ന കോൺഗ്രസ് ഇവിടെ ദയനീയമായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ബിജെപിയുടെ കുത്തക സീറ്റായ പള്ളം പിടിച്ചെടുത്തതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശബരിമല വിഷയം മുതലെടുത്ത് ബിജെപി കളിച്ച രാഷ്ട്രീയ നാടകം കേരളത്തിലെ പ്രബുദ്ധ ജനത തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PJ സിബി 161 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. ഈ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന്റെ വോട്ട് ഒരുപാട് വർദ്ധിച്ചു. 179 വോട്ടാണ് 2015 തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് ലഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ 571 വോട്ടായിട്ട് ആ വോട്ട് വർദ്ധിച്ചു. ഇരിങ്ങാലക്കുട 2ാം വാർഡിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി KM കൃഷ്ണകുമാർ വിജയിച്ചു. 85 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം. കടവല്ലൂർ 5ാം വാർഡിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി KV രാജൻ വിജയിച്ചു. 149 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ 343 വോട്ടുകൾക്ക് എൽഡിഎഫ് വിജയിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ 121 വോട്ടുകൾക്ക് എൽഡിഎഫ് വിജയിച്ചു. ശബരിമല വിഷയത്തിൽ വർഗീയതയ്ക്കും അക്രമങ്ങൾക്കുമായി തൃശൂർ ജില്ലയിൽ അഴിഞ്ഞാടിയ ബിജെപി ജനമനസ്സുകളിൽ നിന്ന് പൂർണ്ണമായും പുറന്തള്ളപ്പെട്ടു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി തൃശൂർ ജില്ലയിലെ ജനവിധി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
സർക്കാരിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നുവെന്നതിന്റെ തെളിവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നും സുഗമമായ പ്രവർത്തനത്തിന് വേണ്ട സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി പ്രതികരിച്ചു. കേരള ഗവൺമെന്റ് നയങ്ങൾക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇനി കൂടുതൽ ജനപിന്തുണ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരുന്നവർ അവസാനിപ്പിച്ചു, ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് വന്നു. മറ്റേവരിപ്പോൾ സമരം അന്വേഷിച്ച് നടക്കുകയാണ്. ആര്? UDF-കാർ. ഒരു നിയന്ത്രണങ്ങളുമില്ല. നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായും നല്ലതുപോലെ നിങ്ങൾക്ക് പരിപാടികളിൽ പങ്കെടുത്ത് റിപ്പോർട്ടുകൾ എഴുതി സന്ദേശങ്ങൾ നിങ്ങളെ മാധ്യമരംഗങ്ങളിൽ എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി മാത്രമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. BJP നിർവാഹക സമിതി യോഗം കോഴിക്കോട് തുടരുകയാണ്. ഈ ഘട്ടത്തിൽ AK ലതീഷ് ചേർന്നുണ്ട്. ലതീഷ്, വി മുരളീധരൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിക്കാൻ കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ്? ആനന്ദ്, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിൽ മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുന്നതും അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ കോഴിക്കോട്ട് BJPയുടെ സംസ്ഥാന നേതൃയോഗം ചേരുന്നത്. എന്നാൽ ഈ സമര മാറ്റത്തിനെതിരെ, പ്രത്യേകിച്ച് ശബരിമലയിൽ നിന്നുള്ള സമരം മാറ്റം സെക്രട്ടറി മുമ്പിലേക്ക് സമരം മാറ്റിയതിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രാവിലെ കോഴിക്കോട് നിന്ന് രംഗത്ത് വന്ന വി മുരളീധരൻ, അദ്ദേഹം കോഴിക്കോട് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതില്ല എന്ന ഒരു വാദമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ MT രമേശ് മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. മറ്റ് ജനറൽ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ശോഭാ സുരേന്ദ്രനും അതേപോലെ തന്നെ AN രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. എന്തായാലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീധരൻപിള്ളയുടെ നിലപാടില്ലായ്മയ്ക്കെതിരെ യോഗത്തിൽ രൂക്ഷമായ വിമർശനം ഉയരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ വേണം വി മുരളീധരൻ രാവിലെ ഇത് സംബന്ധിച്ച തന്റെ നിലപാട് വ്യക്തമാക്കിയതിലൂടെ മനസ്സിലാക്കാൻ. സമരം ഒത്തുതീർപ്പാക്കാൻ ആത്മാഭിമാനമുള്ള ഒരു BJP പ്രവർത്തകനും സമ്മതിക്കില്ല എന്ന വിമർശനമായിരുന്നു മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ നിലപാട് മാറ്റിക്കൊണ്ട് ശ്രീധരൻപിള്ള ഇതിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. സമരം അവസാനിപ്പിക്കുകയല്ല, വ്യാപിപ്പിക്കുകയാണ് ചെയ്തതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ആ വാദം അദ്ദേഹം ഇന്ന് വൈകിട്ട് ആരംഭിച്ച സംസ്ഥാന നേതൃയോഗത്തിൽ ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഇതൊരു സുവർണാവസരമാണ് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നതുൾപ്പെടെ വലിയ തോതിലുള്ള വിമർശനത്തിന് ഇടയാക്കിയ സാഹചര്യവും നിലവിലുണ്ട്. എന്തായാലും ശ്രീധരൻപിള്ളയുടെ നിലപാടില്ലായ്മ സമൂഹത്തിൽ BJPയെ, പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷനെ അപഹാസ്യരാക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്ന വിമർശനം മുരളീധര പക്ഷം യോഗത്തിൽ ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. K. സുരേന്ദ്രനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന വിമർശനവും ഈ യോഗത്തിൽ ഉണ്ടാകും. അത്തരം വിമർശനവും പാർട്ടിക്കുള്ളിൽ സജീവമാണ്. BJPയിലെ ഇരു ഗ്രൂപ്പ് കളിച്ച് മേധാവിത്വം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ശബരിമല വെച്ച് നടത്തുന്നത് എന്ന വിമർശനം RSSന്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. ലതീഷ്, നിർവാഹക സമിതി യോഗം നീണ്ടുപോകാനുള്ള സാധ്യതയാണോ ഇപ്പോൾ ഉള്ളത്? ഇതിനുശേഷം ശ്രീധരൻപിള്ള അടക്കമുള്ള നേതൃത്വത്തിൽ ആരെങ്കിലും മാധ്യമങ്ങളോട് എന്തെങ്കിലും കാര്യം പ്രതികരിക്കുമെന്ന സൂചന ഉണ്ടോ? ഇന്ന് ഏതെങ്കിലും തരത്തിൽ മാധ്യമ പ്രവർത്തകരെ നേതാക്കൾ കാണും അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിച്ചേർക്കുമെന്ന് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. നാളെ രാവിലെ മാത്രമായിരിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ മറ്റോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ യോഗത്തിൽ വി മുരളീധരൻ ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നത് ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ്. അദ്ദേഹം തീർച്ചയായും നിർബന്ധമായും പങ്കെടുക്കേണ്ട യോഗമല്ല എന്ന് BJP നേതാക്കൾ അല്ലെങ്കിൽ വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ടെങ്കിലും ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർത്തിയത്. ആ വിമർശനം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ തീർച്ചയായും വി മുരളീധരൻ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. യോഗത്തിൽ വി മുരളീധരൻ ഇതുവരെ എത്തിയിട്ടുമില്ല. ശരി, വ്യക്തമാണ്. AK ലതീഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. BJPയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം കോഴിക്കോട് തുടരുകയാണ്. ഏതായാലും അഭിപ്രായ ഭിന്നത ശബരിമല വിഷയത്തെ സംബന്ധിച്ച് രൂക്ഷമായി തുടരുന്നതായാണ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് നൽകുന്ന വിശദാംശങ്ങൾ.
രാജ്യ തലസ്ഥാനത്തെ ചെങ്കടലാക്കി കർഷക പ്രക്ഷോഭം. ആത്മഹത്യ ചെയ്ത കർഷകരുടെ തലയോട്ടിയേന്തിയും നഗ്നരായും കർഷകർ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ഐക്യത്തിന്റെ ശക്തി പ്രകടനമായും കർഷക മാർച്ച് മാറി. മോദി രാജ്യത്തെ പോക്കറ്റടിക്കുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. അമിത്ഷാ ദുശാസനനും മോദി ദുര്യോധനനുമാണെന്നും യെച്ചൂരി പറഞ്ഞു. യാചിക്കാനല്ല കർഷകർ എത്തിയതെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള തുടങ്ങി എല്ലാ പ്രതിപക്ഷ നേതാക്കളും കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീളുന്ന മുഴുവൻ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ച് 2 ലക്ഷത്തിലേറെ കർഷകരാണ് ഇന്ന് ഡൽഹിയിൽ എത്തിയത്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പിന്തുണയുമായി എത്തി. രാജ്യത്തെ പോക്കറ്റടിക്കുകയാണ് മോദിയെന്ന് വിമർശിച്ച യെച്ചൂരി മോദി ദുര്യോധനനും അമിത്ഷാ ദുശാസനുമായി മാറിയെന്ന് കുറ്റപ്പെടുത്തി. लेकिन याद रखिए पिछले 5 साल जिस तरीके से लूटा आपको, इसको याद रखिए, वही पॉकेट मार की कहानी है. पहले हमें लूटो, बाद में चुनाव से पहले नए वादे दो ताकि हमारे वोट खरीदने के लिए. मोदी साहब है और साथ साथ अमित शाह साहब है, और ये दोनों मिलकर जिस तरीके की लूट मचाए हुए हैं आज, इससे देश को मुक्ति चाहिए, देश की जनता को मुक्ति चाहिए. AICC अध्यक्ഷൻ രാഹുൽ ഗാന്ധിയും മോദിക്കെതിരെ കടുത്ത വിമർശനമുയർത്തി. अगर 15 लोगों का 3.5 लाख करोड़ रुपए कर्जा माफ किया जा सकता है तो हिंदुस्तान के करोड़ों किसानों का कर्जा माफ किया जाएगा. देखिए, हिंदुस्तान का किसान कोई तोहफा नहीं मांग रहा है, कोई फ्री गिफ्ट नहीं मांग रहा है, वो सिर्फ अपना हक मांग रहा है. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള, NCP നേതാവ് ശരത് പവാർ, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി തുടങ്ങി പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് കർഷക പ്രക്ഷോഭവേദി പ്രതിപക്ഷ ശക്തി പ്രകടനമായും മാറിയത്. പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മേധാ പട്കർ, സായിനാഥ് തുടങ്ങി സാമൂഹ്യ പ്രവർത്തകരും മാർച്ചിൽ അണിനിരന്നു. വിളനഷ്ടം മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കർഷകരുടെ തലയോട്ടികളും അവരുടെ ഛായാചിത്രങ്ങളുമായി കുടുംബങ്ങളും എത്തിയതോടെ സമാനതകളില്ലാത്ത ഒരു സമരത്തിന് കൂടിയാണ് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ അതുലിനൊപ്പം സന്തോഷ് സാർലിംഗ്. ഓഖി ഫണ്ട് വകമാറ്റി എന്നത് വ്യാജ പ്രചരണമെന്ന് മുഖ്യമന്ത്രി. ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ വാക്ക് പാലിച്ചു. ഓഖി ദുരിതാശ്വാസത്തിന് കേന്ദ്രം വാഗ്ദാനം നൽകിയ മുഴുവൻ തുകയും നൽകിയില്ലെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുഭാവപൂർവം പെരുമാറുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. അടിയന്തര സഹായമായി 416 കോടി രൂപയായിരുന്നു ശുപാർശ ചെയ്തത്. എന്നാൽ ആ തുക പൂർണ്ണമായി സംസ്ഥാനത്ത് ലഭിച്ചില്ല. സംസ്ഥാന സർക്കാർ ഒരു സ്പെഷ്യൽ പാക്കേജ് തയ്യാറാക്കി സമർപ്പിച്ചു. അത് 7340 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജായിരുന്നു. പക്ഷെ അത് കണ്ട ഭാവം കേന്ദ്ര സർക്കാർ നടിച്ചില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതിനേക്കാൾ വലിയ തുകയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചിലവാക്കുന്നത്. അപ്പോൾ തുക വകമാറ്റിയെന്ന് പ്രചരിപ്പിച്ചവർ, ആക്ഷേപിച്ചവർ കാര്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നാവും. ചീഫ് ജസ്റ്റിസിനെതിരെ വാർത്താ സമ്മേളനം നടത്തിയതിൽ ഖേദമില്ലെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. കേരള ഹൈക്കോടതിയിലേക്ക് ശുപാർശ ചെയ്ത പേരുകളിൽ ചിലത് തിരിച്ചയച്ചതിൽ അടുത്ത കൊളീജിയം യോഗം തീരുമാനമെടുക്കും. ശബരിമല വിധിയെക്കുറിച്ച് പ്രതികരിക്കാനാകില്ല. കോടതിയുടെ പരിഗണനയിൽ ഉള്ള വിഷയങ്ങളെപ്പറ്റി പ്രതികരിക്കാൻ ഇല്ല. എന്നാൽ ആ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുനർപരിശോധന ആവശ്യപ്പെടാൻ ഭരണഘടനയിൽ തന്നെ സാധ്യതയുണ്ടെന്നും കുര്യൻ ജോസഫ് ദില്ലിയിൽ പ്രതികരിച്ചു. ശബരിമലയിലെ നിരോധനാജ്ഞ നീട്ടണമെന്നുള്ള പോലീസ് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. സുരക്ഷ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നാളെ അവലോകന യോഗം ചേരും.
ശബരിമല വിശേഷങ്ങൾ co-powered by കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഡിസംബർ 9 മുതൽ. കണ്ണൂരിന്റെ ചിറകിൽ നവകേരളം പറക്കും. ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കാനിരിക്കെയാണ് സുരക്ഷയ്ക്കായി പുതിയ ബാച്ച് പോലീസ് എത്തിയത്. ഐജി ധീരേന്ദ്ര കശ്യപിന്റെ മേൽനോട്ടത്തിൽ 1550 പോലീസുകാരാണ് സന്നിധാനത്തും മലക്കൂട്ടത്തുമായി വിന്യസിപ്പിക്കുന്നത്. സന്നിധാനത്തെ ചുമതല SP-മാരായ കറുപ്പുസ്വാമി, KE ബൈജു എന്നിവരുടെ നേതൃത്വത്തിലും മലക്കൂട്ടത്ത് SP KE അജിക്കുമാണ് ചുമതല. ഇവരെ കൂടാതെ 15 DYSP-മാരും 35 സർക്കിൾ ഇൻസ്പെക്ടർമാരും 125 CI-മാരും 125 SI-മാരും ഉണ്ട്. 1375 പോലീസുകാർക്ക് പുറമെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, NDRF, കമാൻഡോസ് വിഭാഗങ്ങളും സുരക്ഷയ്ക്കായുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നാളെ മണ്ഡല ഉത്സവം ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. രാവിലെ 9 നടക്കുന്ന യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കും. ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ സന്നിധാനം കേന്ദ്രീകരിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. രാത്രി 10:50 ഹരിവരാസനം പാടി 11 മണിക്ക് നടയടയ്ക്കും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ശബരിമലയിലെ അന്നദാന വിതരണത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞു. സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് നടപടികളെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഹൈക്കോടതി ഈ അന്നദാനവുമായി ബന്ധപ്പെട്ട ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം ശബരിമല, നിലയ്ക്കൽ, പമ്പ, എരുമേലി, പന്തളം, ചെങ്ങന്നൂർ ഈ കേന്ദ്രങ്ങളിൽ അന്നദാനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ നമ്മളിതിനെപ്പറ്റി അപേക്ഷകൾ കിട്ടിയിട്ടുള്ളപ്പോൾ അപേക്ഷകൾ നോക്കി നമ്മുടെ ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനകത്തിപ്പോൾ ഓരോ സംഘടനകളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുള്ള അപേക്ഷകൾ പരിശോധിച്ച് അതിൽ ജനുവിനം തോന്നിയിട്ടുള്ള, അതായത് ഇത്രയും ദിവസം അന്നദാനം പൂർണ്ണ സമയം കൊടുക്കാൻ കഴിയും എന്ന് കണ്ടിട്ടുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് എഗ്രിമെന്റ് വെക്കുകയും ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലും ഉത്തരവാദിത്വത്തിലും അവർ തരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം നടത്താം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെതിരായ റിവ്യൂ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ സമരം ചെയ്തിട്ട് കാര്യമെന്തെന്ന് മുതിർന്ന BJP നേതാവ് O. രാജഗോപാൽ MLA ചോദിച്ചു. യുവതീ പ്രവേശമല്ല BJPയുടെ പ്രക്ഷോഭത്തിന്റെ വിഷയമെന്നും ശബരിമലയിലെ പോലീസ് നടപടിയും അടിസ്ഥാന സൗകര്യങ്ങളുമാണ് സമര വിഷയങ്ങളെന്നും രാജഗോപാൽ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. BJPയുടെ സമരം യുവതീ പ്രവേശനത്തിന് എതിരല്ലെന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരാണെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും നേരത്തെ പ്രതികരിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി മേധാ പട്കർ. സർക്കാരിന്റെ നിലപാടിനെ സല്യൂട്ട് ചെയ്യുന്നെന്നും ഭരണഘടനയെ മാനിക്കണമെന്നും മേധാ പട്കർ അഭിപ്രായപ്പെട്ടു. ആചാര സംരക്ഷണത്തിന് എന്ന പേരിൽ നടക്കുന്ന സമരങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ഈ സമരങ്ങളെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നത് സ്വന്തം ശവക്കുഴി തോണ്ടലാകുമെന്നും മേധാ പട്കർ അഭിപ്രായപ്പെട്ടു. ചിത്തിര ആട്ടവിശേഷ സമയത്ത് സന്നിധാനത്ത് പേരക്കുട്ടിയുടെ ചോറൂണിന് എത്തിയ തൃശൂർ സ്വദേശി ലളിതയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന BJP സംസ്ഥാന സെക്രട്ടറി K. സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി തള്ളി. കേസിൽ 13ാം പ്രതിയായ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ കോടതി നേരത്തെയും തള്ളിയിരുന്നു. തീർത്ഥാടകയെ ആക്രമിച്ച കേസിൽ വധശ്രമത്തോടനുബന്ധിച്ചുള്ള ഗൂഢാലോചനയാണ് ഉള്ളത് എന്നും പ്രഥമ ദൃഷ്ട്യാ കുറ്റം തെളിഞ്ഞതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസിൽ ആദ്യം അറസ്റ്റിലായ മുഖ്യപ്രതി പത്തനംതിട്ട ഇളന്തൂർ സ്വദേശി സൂരജിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. ശബരിമല വിഷയത്തിൽ തുടർച്ചയായ 3ാം ദിവസവും പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ നിരാകരിച്ചതോടെയാണ് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിയത്. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സ്പീക്കർ സംരക്ഷിക്കുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ തടയില്ലെന്നും സ്പീക്കറും വ്യക്തമാക്കി. നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന ആവശ്യമായിരുന്നു ആദ്യ ദിനം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചതെങ്കിൽ ശബരിമലയിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവായിരുന്നു ഇന്നും ഇന്നലെയും പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത്. ഇന്നലത്തേതിന് സമാനമായ സാഹചര്യമായിരുന്നു ഇന്നും നിയമസഭയിലുണ്ടായത്. ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് അടിയന്തര പ്രമേയം പരിഗണിക്കുക, ഇല്ലെങ്കിൽ ശൂന്യവേളയിൽ അത് പരിഗണിക്കാമെന്ന ഉറപ്പു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. ഒന്നുകിൽ ക്വസ്റ്റ്യൻ അവർ മാറ്റിവെച്ചുകൊണ്ട് ചർച്ചയ്ക്കെടുക്കണം, ഇല്ല എങ്കിൽ റൂൾ 50 അനുസരിച്ച് ഞങ്ങൾക്ക് അവസരം നൽകണം എന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാണ്ട് സഭ അങ്ങ് ചേർന്ന് നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് നേരെ മുൻകൂട്ടി അങ്ങ്
പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും സബ്മിഷനായി വിഷയം ഉന്നയിക്കാൻ അവസരം നൽകാമെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഇത് ചെവിക്കൊള്ളാതെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധം ശക്തിപ്പെടുത്തി. വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ തടയില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ചട്ടങ്ങൾക്ക് വിധേയമായിട്ടേ സാധിക്കൂ. ശബരിമല വിഷയം കേരള നിയമസഭ സമഗ്രമായി ചർച്ച ചെയ്തു എന്നാണ് സ്പീക്കറുടെ അഭിപ്രായം. അത് സ്പീക്കറുടെ സ്വബോധ്യമാണ്, സ്പീക്കറുടെ തീരുമാനമാണ്. ആ വിഷയം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാനുള്ള ഒരു പ്രസക്തി വന്നിട്ടില്ല എന്നാണ് എന്റെ ബോധ്യം. സ്പീക്കറുടെ കാഴ്ച മറയ്ക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കടന്നപ്പോൾ ചോദ്യോത്തരവേളയും സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും റദ്ദാക്കി സഭ വേഗത്തിൽ പിരിയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ച മറച്ചുവെക്കാൻ മോദി സർക്കാർ GDP വളർച്ചയിൽ കൃത്രിമം നടത്തിയത് വിവാദത്തിൽ. GDP കണക്കാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയ നീതി ആയോഗിന്റെ പുതിയ നടപടിയാണ് സാമ്പത്തിക വിദഗ്ധരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും വിമർശനത്തിന് ഇടയാക്കിയത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് മോദി സർക്കാരിന്റെ പുതിയ നടപടിയെന്ന് വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തെ GDPയിൽ വളർച്ച കാണിക്കാൻ രേഖകളിൽ മാറ്റം വരുത്താൻ നീതി ആയോഗ് ശ്രമം നടത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുന്നത്. കേന്ദ്ര സർക്കാർ 2 വർഷം മുൻപ് നടപ്പിലാക്കിയ നോട്ട് നിരോധനം രാജ്യത്തിന് കനത്ത സാമ്പത്തിക ആഘാതമുണ്ടാക്കിയെന്ന മോദി സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യത്തിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകത്തിലെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഏറെ ചർച്ചയായി മാറിക്കഴിഞ്ഞത്. നോട്ട് നിരോധനത്തിന് മുൻപുള്ള 6 പാദങ്ങളിൽ 8% സാമ്പത്തിക വളർച്ചാ നിരക്ക്. എന്നാൽ നോട്ട് നിരോധനത്തിന് ശേഷമുണ്ടായ കനത്ത ആഘാതം മൂലം തുടർച്ചയായ 7 പാദങ്ങളിൽ 6.8% ഇത് കുറയുകയും ചെയ്തു. ഇതിനിടയിലാണ് 7.3% GDP ഉയർന്നു വന്നത്. ഖനന മേഖലകളിലെ പുനഃപരിശോധനയിൽ വ്യത്യാസം കണ്ടെത്തിയതാണ് ഇതിന്മേൽ നീതി ആയോഗിന്റെ ന്യായീകരണവാദം. മോദി സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യത്തിന്റെ നോട്ട് നിരോധനത്തിന് വിമർശിച്ചുള്ള വാക്കുകളും നീതി ആയോഗിന്റെ ന്യായീകരണവാദവും ഇതിനോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി കഴിഞ്ഞു. നാഷണൽ ഡെസ്ക്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാഗ്വാദങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. തീവ്രവാദവും ചർച്ചയും ഒന്നിച്ചു പോകില്ലെന്ന് ഇന്ത്യൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത് ആവർത്തിച്ചു. കർതാർപൂർ ഇടനാഴിക്ക് പച്ചക്കൊടി എന്നത് ഉഭയകക്ഷി ചർച്ച നടക്കും എന്നതിന്റെ സൂചന അല്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്ത്യയുമായി സമാധാനമാണ് പാകിസ്ഥാൻ ജനത ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രതികരിച്ചു. സമാധാനത്തിനായി നിങ്ങൾ ഒരു ചുവട് വയ്ക്കുമ്പോൾ ഞങ്ങൾ 2 ചുവട് വയ്ക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാന്റെ നയങ്ങളിൽ വൈരുദ്ധ്യമുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചുവട് പോസിറ്റീവ് ആവണം. അത് ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതുവരെ നമ്മുടെ രാജ്യത്തിന് വ്യക്തമായ ഒരു നയമുണ്ട്. തീവ്രവാദവും ചർച്ചയും ഒന്നിച്ചു കൊണ്ടുപോകാനാവില്ല. ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ വാക്കുകൾ. പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന സാർക്ക് ഉച്ചകോടിക്ക് ഇന്ത്യ പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. 2016 പാകിസ്ഥാനിൽ നടത്താനിരുന്ന സാർക്ക് ഉച്ചകോടിയും ഇന്ത്യ ബഹിഷ്കരിച്ചിരുന്നു. കർതാർപൂർ ഇടനാഴി വികസിക്കുന്നതോടെ മേഖലയിൽ സമാധാനം പുലരുന്നത് ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും വ്യക്തമാക്കിയിരുന്നു. അതേസമയം കാശ്മീർ വിഷയത്തിൽ സൈനിക നീക്കങ്ങൾ കൊണ്ട് പരിഹാരം കാണാനാകില്ലെന്നും സമാധാനത്തിനായി ഒരു ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ മാത്രം നിലനിൽക്കില്ലെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വ്യക്തമാക്കി. 2019 നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരെ ചർച്ചകൾക്കായി കാത്തിരിക്കാം. പക്ഷേ അതിനുശേഷം ഇന്ത്യ തീർച്ചയായും പ്രതികരിക്കണമെന്നും ഇമ്രാൻഖാൻ ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ മണ്ണിൽ തീവ്രവാദം അംഗീകരിക്കില്ലെന്ന് ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.